മുദാക്കൽ ഹരിലാൽ. ഉപകരണ സംഗീത ശാഖയിൽ എന്നും വേറിട്ട സഞ്ചാരി. ഹിന്ദുസ്ഥാനി ശൈലിയിലെ ഹരിലാലിൻ്റെ തബല വായനാ രീതി ഏറെ പ്രശംസനീയമാണ്. ഗസൽ ഗായകർക്കൊപ്പമുള്ള സംഗീതാവിഷ്കാരവും അവർണ്ണനീയം തന്നെ. തബലയിലും ഡക്കയിലും തൻ്റെ മാന്ത്രിക സ്പർശം തീർത്തിട്ട് 32 വർഷം പൂർത്തിയാവുന്നു. കലാജീവിതത്തിൻ്റെ പിന്നിട്ട നാളുകളിലേക്ക് ഒരെത്തിനോട്ടം. ഹരിലാൽ എന്ന കലാകാരൻ്റെ ജീവിതത്തിലേക്ക് പരിചയപ്പെടുത്തലിൻ്റെ വ്യത്യസ്തമാർന്ന ഇതൾ വിരിയുന്നു. ഹരിലാലും ഞാനും 4 നൂറ്റാണ്ടിന് മുമ്പേ ഉള്ള പരിചയമാണ്. കാരണം ഞാനൊരു ഗസൽ പ്രോഗ്രാം രൂപപ്പെടുത്താൻ ഒരുങ്ങിയപ്പോൾ എനിക്ക് ഹിന്ദുസ്ഥാനി സ്റ്റൈലിലെ വാദകനായ ഒരു തബലിസ്റ്റിനെ ആവശ്യം ഉണ്ടെന്ന് ഞാൻ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയായിരുന്നു ഹരിലാൽ. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ബന്ധം അങ്ങനെ അരക്കിട്ടുറപ്പിച്ചതുപോലെയാണ്. ഇന്ന് ഞാൻ ഒരു അക്കാഡമി നടത്തുന്നു. അതിൻ്റെ തബല മാസ്റ്റർ അദ്ദേഹമാണ്. ഹരിലാൽ എൻ്റെ ഒരു സുഹൃത്താണ്, നല്ലൊരു തബലിസ്റ്റാണ്. അദ്ദേഹം ആധികാരികമായിട്ട് തബല പഠിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതത്തിനും ഗസലിനും അതേപോലെ ലളിതഗാനങ്ങൾക്കും എല്ലാം വായിക്കുവാനുള്ളൊരു നല്ല കഴിവുള്ള ഒരു കലാകാരനാണ്. അതേപോലെ വളരെ ഫോക്ക് ടൈപ്പുള്ള പാട്ടുകൾക്ക് വായിക്കുമെങ്കിലും എല്ലാത്തിനും ഡിഫറെൻറ്റ് സ്റ്റൈലുണ്ട്. അദ്ദേഹം ആരെയും അനുകരണമില്ല, സ്വതസിദ്ധമായൊരു ശൈലിയുണ്ട്. അത് ആ ശൈലിയിലാണ് അദ്ദേഹം വായിക്കുന്നത്. എൻ്റെ ഒരുപാട് ഗാനങ്ങൾക്ക് വായിച്ചിട്ടുണ്ട്. ആകാശവാണിയിലും അതുപോലെ പ്രൈവറ്റായിട്ടുള്ള വർക്കുകൾക്കും എല്ലാം ധാരാളം വായിച്ചിട്ടുണ്ട്. നല്ല ഡെഡിക്കേഷൻ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. വീണയ്ക്ക് പൊതുവെ മൃദംഗം ആണ് സാധാരണ കച്ചേരിക്ക് വായിക്കാറുള്ളത്. പക്ഷെ ഞാൻ സാധാരണ തബല ഉപയോഗിക്കാറുണ്ട്. ഹരിലാലിനെ പരിചയപ്പെട്ട ശേഷം ഒരുപാട് കച്ചേരികൾ ഞാനും ഹരിയും കൂടെ വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയ ഹരി വെറും ഒരു തബലിസ്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മനസ്സിൽ സംഗീതം സൂക്ഷിക്കുന്ന കലാകാരന്മാർ അത് വളരെ റെയറാണ്. നോക്കുമ്പോൾ നല്ലൊരു കലാകാരനാണ് ഹരി. പുള്ളിയുടെ വായനയിൽ സംഗീതാത്മകത ഉണ്ട്. കാരണം പെർക്കഷനാണ്, താളം മാത്രം നോക്കി വായിക്കുന്ന അങ്ങനെ ഒരു തബലിസ്റ്റല്ല. അതെനിക്കത് ആദ്യത്തെ പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഹരി ഇനിയും ഉയരങ്ങളിൽ എത്തേണ്ട ഒരു നല്ലൊരു കലാകാരനാണ്. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.